നമസ്കാരം. അസ്സലാമു അലൈക്കും. കേരളത്തിലെ ആദ്യത്തെ AI സംരംഭമായ നേരു അവതരിപ്പിക്കുന്ന ഈ ഒരു പ്രത്യേക ചർച്ചയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഫാത്തിമ. ഇത് നേരു സംരംഭത്തിന്റെ മൂന്നാമത്തെ ഓഡിയോ വിശകലനമാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം യാത്രകളെ ശരിക്കും സ്വാധീനിക്കുന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് പുതുതായി നവീകരിച്ച ദേശീയപാത 66 NH-66ലെ പുതിയ ഡ്രൈവിംഗ് രീതികളും നിയമങ്ങളും. നല്ല 6 വരിപ്പാതയൊക്കെ കാണുമ്പോൾ നല്ല സ്പീഡിൽ പോകാനൊരാഗ്രഹം തോന്നാം. സ്വാഭാവികമാണ്. പക്ഷെ ഈ പുതിയ റോഡിൽ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പിന്നെ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലേ? ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു രൂപം തരാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കേരള മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള ഒരു വിദഗ്ധനാണ്. അദ്ദേഹത്തിന് ഈ ചർച്ചയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ? ഈ പുതിയ 6 വരിപ്പാത അത് നമ്മുടെ ഡ്രൈവിംഗില് എന്തൊക്കെ മാറ്റങ്ങളാണ് ശരിക്കും ആവശ്യപ്പെടുന്നത്? ആദ്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ലൈൻ ട്രാഫിക്. 6 വരിപ്പാതയിൽ ഓരോ ലൈനും അതെന്തിനു വേണ്ടിയുള്ളതാണ്? പലർക്കും ഇതിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തീർച്ചയായും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്, ഈ ലൈൻ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ 6 വരിപ്പാതയിൽ ഒരു ദിശയിലേക്ക് 3 ലൈനുകളാണല്ലോ ഉള്ളത്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ തന്നെ ഏതാണ്ട് പകുതി പ്രശ്നങ്ങൾ ഒഴിവാക്കാം നമുക്ക്. ഇടതുവശത്ത് നിന്ന് തന്നെ തുടങ്ങാം. അതായത് റോഡിന്റെ അരികുവശം, ഷോൾഡറിനോട് ചേർന്നുള്ള ലൈൻ, അതിന് നമുക്ക് 3-ാം ലൈൻ, ലെയിൻ 3 എന്ന് പറയാം. ഇതാണ് സാധാരണഗതിയിൽ മിക്കവാറും എല്ലാ വാഹനങ്ങളും സ്ഥിരമായി ഓടിക്കാൻ ഉപയോഗിക്കേണ്ട പ്രധാന ട്രാക്ക്. പ്രത്യേകിച്ച് ഭാരവാഹനങ്ങൾ എന്നുവെച്ചാൽ ഒരു 12 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള ലോറികൾ, ടാങ്കറുകൾ, അങ്ങനെയുള്ളവ. അതുപോലെ കുറച്ചു വേഗത കുറച്ചു പോകുന്ന മറ്റു വാഹനങ്ങൾ. ഇവയെല്ലാം നിർബന്ധമായും ഈ 3-ാം ലൈൻ തന്നെ ഉപയോഗിക്കണം. ഉദാഹരണത്തിന് ടിപ്പർ ലോറികൾക്ക് സ്പീഡ് ലിമിറ്റ് മണിക്കൂറിൽ 60 കിലോമീറ്ററാണ്. വലിയ ചരക്ക് ലോറികൾക്ക് അത് 80 കാറുകൾക്ക് ഈ ലൈനിൽ 100 കിലോമീറ്റർ വരെ പോകാം. എങ്കിലും സാധാരണ യാത്രയ്ക്ക് ഈ ലൈനാണ് ഏറ്റവും നല്ലത്. ശരി. അപ്പോൾ സ്ഥിരം യാത്രയ്ക്ക് ഏറ്റവും ഇടതുവശത്തുള്ള 3-ാം ലൈൻ. ഭാരവാഹനങ്ങൾ എന്തായാലും ഈ ലൈനിൽ തന്നെ പോകണം. ഓക്കെ. ഇനി അപ്പം നടുക്കുള്ള ലൈനിന്റെ കാര്യമോ? ലെയിൻ 2. നടുവിലെ ലൈൻ, അതെ, രണ്ടാമത്തെ ലൈൻ, ലെയിൻ 2. ഇത് പ്രധാനമായും ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. എന്നുവെച്ചാൽ നിങ്ങൾ 3-ാം ലൈനിൽ പോകുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള വാഹനം നിങ്ങളെക്കാൾ കുറഞ്ഞ വേഗതയിലാണ് പോകുന്നതെങ്കിൽ അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് ഈ 2-ാം ലൈൻ ഉപയോഗിക്കാം. അതുപോലെ 3-ാം ലൈനിൽ ചിലപ്പോൾ നല്ല തിരക്കുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ യാത്ര കുറച്ചുകൂടെ സ്മൂത്താക്കാനും ഈ ലൈൻ ഉപയോഗിക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓവർടേക്ക് ചെയ്ത ശേഷം അല്ലെങ്കിൽ ആ തിരക്കൊഴിഞ്ഞ ശേഷം ഇടതുവശത്തുള്ള 3-ാം ലൈൻ ഫ്രീ ആണെങ്കിൽ, ഒഴിവുണ്ടെങ്കിൽ നിർബന്ധമായും അങ്ങോട്ട് തിരികെ മാറണം. കാറുകൾ, ദീർഘദൂര ബസ്സുകൾ, അങ്ങനെയുള്ള കുറച്ചുകൂടെ സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾക്ക് ഈ ലൈൻ കൂടുതൽ പ്രയോജനപ്പെട്ടേക്കാം. ഓക്കെ. അപ്പോൾ നടുവിലെ ലൈൻ സ്ഥിരമായി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാനുള്ളതല്ല, ഓവർടേക്കിങ്ങിനും പിന്നെ തിരക്കുള്ളപ്പോൾ യാത്ര സുഗമമാക്കാനും. ശരി. ഇനി ഏറ്റവും വലതുവശത്തുള്ള ലൈൻ, ആ മീഡിയനോട് ചേർന്നുള്ളത്. അതെ, മീഡിയനോട് ചേർന്നുള്ള 1-ാമത്തെ ലൈൻ, ലെയിൻ 1. ഇതിനെ നമുക്ക് ഒരു എമർജൻസി ലൈൻ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ലൈൻ എന്നൊക്കെ പറയാം. ഇത് പ്രധാനമായും ഉപയോഗിക്കേണ്ടത് ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസ്, അങ്ങനെയുള്ള എമർജൻസി വാഹനങ്ങൾക്കാണ്. അവർക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ വേഗത്തിൽ പോകാൻ വേണ്ടി ഈ ലൈൻ ഒഴിച്ചിടണം. അതാണതിൻ്റെ രീതി. ഇത്തരം വാഹനങ്ങൾ സൈറൺ ഇട്ട് വരുമ്പോൾ മറ്റുള്ള ലൈനുകളിലുള്ള വാഹനങ്ങൾ ഇടതുവശത്തേക്ക് ഒതുങ്ങി അവർക്ക് വഴി കൊടുക്കുകയും വേണം. അപ്പൊ സാധാരണ വാഹനങ്ങൾക്ക് ഈ 1-ാം ലൈൻ അത് ഉപയോഗിക്കാനേ പാടില്ലേ? സാധാരണഗതിയിൽ പാടില്ല. തുടർച്ചയായി ഈ ലൈനിലൂടെ സാധാരണ വാഹനങ്ങൾ ഓടിക്കുന്നത് അത് ലൈൻ ട്രാഫിക് നിയമലംഘനമാണ്. ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് ഓവർടേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതെപ്പോഴാണ്? അതെ, 3-ാമത്തെയും 2-ാമത്തെയും ലൈനുകൾ, അതായത് ലെയിൻ 3, ലെയിൻ 2, ഇത് രണ്ടും ഫുള്ളായിട്ട് വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ മാത്രം, അങ്ങനെയുള്ളപ്പോൾ ഈ 1-ാം ലൈനിലൂടെ ഓവർടേക്ക് ചെയ്യാം. പക്ഷേ ഓവർടേക്കിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ സുരക്ഷിതമായിട്ട് നടുവിലെ ലൈനിലേക്ക്, അതായത് ലെയിൻ 2ലേക്ക് തിരികെ മാറണം. നിർബന്ധമാണ്. ഒരു കാരണവശാലും ഈ വലത്തേറ്റത്തെ ലൈനിലൂടെ ഇങ്ങനെ ദീർഘനേരം യാത്ര ചെയ്യരുത്.
പലപ്പോഴും വലിയ ട്രക്കുകൾ പോലും ഈ ലൈൻ പിടിച്ചു പോകുന്നത് കാണാം. അത് തീർത്തും അപകടകരമാണ്, നിയമവിരുദ്ധവുമാണ്. ഓ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വലത്തേ അറ്റത്തെ ലൈൻ എമർജൻസി വാഹനങ്ങൾക്ക്, പിന്നെ മറ്റു 2 ലൈനുകളും ബ്ലോക്ക് ആണെങ്കിൽ മാത്രം ഓവർടേക്കിങ്ങിന്. ഓക്കെ, ലൈനുകളെക്കുറിച്ച് ഇപ്പോൾ ഒരുവിധം വ്യക്തമായി. ഇനി ലൈൻ മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ടല്ലോ, ഇൻഡിക്കേറ്ററുകൾ. പലരും ഇത് അത്ര കൃത്യമായി ഉപയോഗിക്കാറില്ല എന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് വളരെ ശരിയാണ്. ഇൻഡിക്കേറ്ററുകളുടെ ഉപയോഗം അത് റോഡ് സുരക്ഷയിൽ ശരിക്കും നിർണായകമാണ്. നമ്മൾ ലൈൻ മാറുന്നതിന് മുൻപ് തന്നെ ആവശ്യത്തിന് സമയം കൊടുത്ത് പിന്നിൽ നിന്നും വശങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് വ്യക്തമായൊരു സിഗ്നൽ കൊടുക്കണം. അതിനാണ് ഇൻഡിക്കേറ്റർ ഇടുന്നത്. അല്ലാതെ പെട്ടെന്ന് ലൈൻ മാറുന്നതിന് തൊട്ടുമുൻപ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് കാര്യമില്ല. ഓവർടേക്ക് ചെയ്ത് പഴയ ലൈനിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോഴും അതേപോലെ അതത് വശത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഉപയോഗിക്കണം. ഓരോ തവണ ട്രാക്ക് മാറുമ്പോഴും മിററിൽ നോക്കണം. പിന്നിലും സൈഡിലും വണ്ടിയില്ലെന്ന് ഉറപ്പാക്കണം. കൃത്യമായി ഇൻഡിക്കേറ്റർ കൊടുക്കണം. പിന്നെ സുരക്ഷിതമായ അകലം പാലിക്കണം. ഇത് ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനും അപകടങ്ങൾ തടയാനും ഏറ്റവും അത്യാവശ്യമാണ്. ശരിയാണ്. ഒരു ചെറിയ സിഗ്നൽ മതി ഒരു വലിയ അപകടം ഒഴിവാക്കാനല്ലേ? ഇനി നമുക്ക് വേഗതയുടെ കാര്യത്തിലേക്ക് വരാം. റോഡ് നല്ല മിനുസമുള്ളതായി കാണുമ്പോൾ പലർക്കും സ്പീഡ് കൂട്ടാൻ ഒരു ടെൻഡൻസിയുണ്ട്. NH-66-ലെ പുതിയ സ്പീഡ് ലിമിറ്റ്സ് എന്തൊക്കെയാണ്? അതെ, പുതിയ 6-വരി പാതയുടെ പ്രധാന ഭാഗത്ത്, അതായത് മെയിൻ കാരിയേജ് വേയിൽ, കാറുകൾക്ക് അനുവദിച്ചിട്ടുള്ള മാക്സിമം സ്പീഡ് മണിക്കൂറിൽ 100 കിലോമീറ്ററാണ്. ഇത് മുമ്പ് ഹൈവേകളിൽ 90 ആയിരുന്നു. അതിൽ നിന്നൊരു വർധനവുണ്ട്. എന്നാൽ എല്ലാ വാഹനങ്ങൾക്കും ഈ 100 അല്ല കേട്ടോ. ഭാരവാഹനങ്ങൾക്ക്, ഉദാഹരണത്തിന് വലിയ ലോറികൾക്ക് 80 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ്. ടിപ്പർ ലോറികൾ പോലുള്ള ചില പ്രത്യേക വാഹനങ്ങൾക്ക് അത് 60 കിലോമീറ്ററായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സർവീസ് റോഡുകളിലോ? അവിടെ ഇതിലും കുറവാണോ സ്പീഡ്? അതെ, തീർച്ചയായും. പ്രധാന പാതയോട് ചേർന്നു കാണുന്ന സർവീസ് റോഡുകളിൽ സ്പീഡ് ലിമിറ്റ് വളരെ കുറവാണ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ മാത്രം. കാരണം ഈ സർവീസ് റോഡുകൾ കൂടുതലും ലോക്കൽ ആവശ്യങ്ങൾക്കാണ്. കടകളിലേക്കും വീടുകളിലേക്കും കയറാനും ഇറങ്ങാനും, ചെറിയ ദൂര യാത്രകൾക്കും, പിന്നെ പ്രധാന പാതയിലേക്ക് കയറാനും ഇറങ്ങാനുമൊക്കെയാണ്. അവിടെ കൂടുതൽ ശ്രദ്ധ വേണം. ഈ വേഗപരിധികൾ ഓരോ ഡ്രൈവറും കൃത്യമായിട്ട് പാലിക്കണം. ഇത് നിയമം അനുസരിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് എപ്പോഴും ഓർക്കണം. 100 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ തന്നെ നല്ല ശ്രദ്ധ വേണമല്ലേ? അതിൽ കൂടുതൽ വേഗതയിൽ പോയാൽ എന്താണ് സംഭവിക്കുക? ഈ ഓവർ സ്പീഡിംഗ് അത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ ഹൈവേയിൽ? തീർച്ചയായുമുണ്ട്. അമിതവേഗം അത് ഹൈവേകളിലെ അപകടങ്ങൾക്ക് ഒരു പ്രധാന കാരണം തന്നെയാണ്. ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് ഹൈവേയിലുടനീളം അഡ്വാൻസ്ഡ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം ATMS എന്നാണ് ഈ സിസ്റ്റത്തിന് പറയുന്നത്. ഇവ വെറും സ്പീഡ് ക്യാമറകൾ മാത്രമല്ല. ഓഹോ, അപ്പൊ എന്തൊക്കെയാണ് ഈ ക്യാമറകളുടെ മറ്റു പ്രത്യേകതകൾ? ഈ ATM സിസ്റ്റത്തിൽ പലതരം ക്യാമറകളുണ്ട്. ഉദാഹരണത്തിന് PTZ ക്യാമറകൾ, പാൻ ടിൽറ്റ് സൂം ക്യാമറകൾ. ഇവയ്ക്ക് ഏകദേശം 1 കിലോമീറ്റർ ദൂരെയുള്ള കാര്യങ്ങൾ വരെ സൂം ചെയ്ത് വ്യക്തമായി കാണാനും റെക്കോർഡ് ചെയ്യാനും പറ്റും. അതോടൊപ്പം VIDS, അതായത് വീഡിയോ ഇൻസിഡന്റ് ഡിറ്റക്ഷൻ സിസ്റ്റം എന്നറിയപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ക്യാമറകളുമുണ്ട്. ഇവയുടെ കഴിവ് അത് കുറച്ചുകൂടി വലുതാണ്. AI ക്യാമറകൾ? അതെ, ഈ AI ക്യാമറകൾക്ക് അമിതവേഗം മാത്രമല്ല, മറ്റ് പല നിയമലംഘനങ്ങളും തനിയെ കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന്, തെറ്റായ ദിശയിൽ ഓടിക്കുന്നത്, റോങ് വേ ഡ്രൈവിംഗ്, നോ പാർക്കിംഗ് ഏരിയയിൽ ഒരു 60 സെക്കൻഡിൽ കൂടുതൽ വണ്ടി നിർത്തിയിട്ടാൽ അത്, പിന്നെ ആളുകൾ അപകടകരമായ രീതിയിൽ റോഡ് മുറിച്ചു കടക്കുന്നത്, റോഡിലേക്ക് വേസ്റ്റ് വലിച്ചെറിയുന്നത്. ഇതൊക്കെ പിടിക്കോ? തീർച്ചയായും. എക്സിറ്റ് വഴി ഹൈവേയിലേക്ക് കയറുന്നത്, എൻട്രി വഴി പുറത്തേക്ക് പോകുന്നത്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവയ്ക്ക് കണ്ടെത്താൻ കഴിയും. കൊള്ളാം. അപ്പോ ഈ ക്യാമറകൾ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അമിതവേഗത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. പിഴയെക്കുറിച്ച് വല്ല വിവരവും എത്ര വരും? വേഗപരിധി ലംഘിച്ചാൽ പിഴ ഈടാക്കാൻ സാധ്യതയുണ്ട്. ഒരു സോഴ്സിൽ ഏകദേശം 500 രൂപ പിഴയെക്കുറിച്ചൊരു സൂചനയുണ്ട്. പക്ഷേ ഇത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാം. കറക്റ്റ് എമൗണ്ട് ഔദ്യോഗിക അറിയിപ്പുകളിൽ നിന്നേ വ്യക്തമാകൂ. പക്ഷെ ഞാൻ പറയട്ടെ, പിഴയേക്കായും നമ്മൾ പേടിക്കേണ്ടത് ഈ ഓവർ സ്പീഡിംഗ് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെയാണ്.
തലപ്പാടി ഭാഗത്ത് നടത്തിയ ഒരു ചെക്കിങ്ങിൽ ഒരു മാസത്തിനുള്ളിൽ 2500-ൽ-അധികം വണ്ടികൾ 120 km/hൽ കൂടുതൽ വേഗതയിൽ പോയതായിട്ട് ഈ ക്യാമറകൾ കണ്ടെത്തി. 2500 വണ്ടികളോ? അതെ, ചില വാഹനങ്ങൾ 160-168 km/h വേഗതയിൽ വരെ പോയിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയാ, ആത്മഹത്യാപരമെന്ന് തന്നെ പറയാൻ പറ്റൂ. ഓർക്കണം, ഈ ക്യാമറകൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ്, നിയമലംഘനം നടന്ന കറക്റ്റ് സ്ഥലം, ആ ചെയിനേജ് നമ്പർ അടക്കം, സമയം, എന്ത് നിയമലംഘനമാണ് നടത്തിയത്, ഇതെല്ലാം കൃത്യമായി റെക്കോർഡ് ചെയ്യും. അപ്പോ ഒരു മാഞ്ഞാളക്കളിക്കും ഇനി സ്കോപ്പില്ല. 168 കിലോമീറ്റർ. ദൈവമേ, അത് കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. ഈ ക്യാമറകളൊക്കെ 24 മണിക്കൂറും വർക്ക് ചെയ്യോ? ഇതിന്റെ കൺട്രോൾ എവിടെയാണ്? അതെ, ഈ സിസ്റ്റം 24/7 ഓണാണ്. ഹൈവേയുടെ പല ഭാഗങ്ങളിലായിട്ട് കൺട്രോൾ റൂമുകളുണ്ട്. ഉദാഹരണത്തിന്, കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്ത് ഇങ്ങനെയൊരു കൺട്രോൾ റൂമുണ്ട്. അവിടെ ഇരുന്ന് ഹൈവേയിലെ ട്രാഫിക് മുഴുവനായിട്ട് മോണിറ്റർ ചെയ്യാനും എന്തെങ്കിലും അപകടങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായാൽ ഉടൻ തന്നെ വേണ്ട നടപടികളെടുക്കാനും സാധിക്കും. ടെക്നോളജി സേഫ്റ്റിക്ക് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് ഒരാശ്വാസം തന്നെ. ഇനി നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇരുചക്ര വാഹനങ്ങൾ, അതായത് ബൈക്കുകൾ, സ്കൂട്ടറുകൾ, അതുപോലെ ഓട്ടോറിക്ഷകൾ, ഇവർക്ക് ഈ 6-വരിപ്പാതയുടെ മെയിൻ റോഡിൽ ഓടാൻ പറ്റുമോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. കാരണം ഇത് സംബന്ധിച്ച് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. പുതിയ നിയമം അനുസരിച്ച് ഇരുചക്രവാഹനങ്ങൾ, ഓട്ടോറിക്ഷകൾ, പിന്നെ ട്രാക്ടറുകൾ, ഇവയ്ക്ക് 6-വരിപ്പാതയുടെ പ്രധാന ഭാഗത്ത്, അതായത് മെയിൻ കാരിയേജ് വേയിൽ പ്രവേശനം അനുവദിച്ചിട്ടില്ല. ഓ, അപ്പോ അവരെവിടെ ഓടിക്കണം? അവർ നിർബന്ധമായും സർവീസ് റോഡുകൾ ഉപയോഗിക്കണം. അതാണ് നിയമം. കാരണം പ്രധാന പാതയിലെ ഹൈസ്പീഡ് ട്രാഫിക്കിൽ ഈ വാഹനങ്ങൾ ഓടിക്കുന്നത് അത് അവർക്കും മറ്റു വാഹനങ്ങൾക്കും ഒരുപോലെ അപകടമാണ്. അതുകൊണ്ടാണ് ഈയൊരു നിയന്ത്രണം കൊണ്ടുവന്നത്. ചില സ്ഥലങ്ങളിൽ സർവീസ് റോഡ് ഒരുപക്ഷെ പൂർത്തിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ലഭ്യമല്ലായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പഴയ റോഡോ മറ്റ് അവൈലബിളായ വഴികളോ ഉപയോഗിച്ച് യാത്ര തുടരണം. എന്നിട്ട് സർവീസ് റോഡ് ലഭ്യമാകുന്ന ഭാഗത്ത് അതിലേക്ക് തിരികെ പ്രവേശിക്കണം. ഓക്കെ, സർവീസ് റോഡിനെക്കുറിച്ച് പറഞ്ഞല്ലോ. അവിടുത്തെ നിയമങ്ങളെക്കുറിച്ചും പിന്നെ ഹൈവേയിലെ യു-ടേണുകളെക്കുറിച്ചും കൂടി ഒന്ന് പറയാമോ? പലരും എളുപ്പത്തിനു വേണ്ടി മെയിൻ റോഡിൽ തന്നെ യു-ടേൺ എടുക്കാൻ നോക്കാറുണ്ട്. കാസർഗോഡ് ഭാഗത്തെ ഉദാഹരണമെടുത്താൽ അവിടുത്തെ സർവീസ് റോഡുകൾക്ക് ഏകദേശം ഒരു 6.75 മീറ്റർ വീതിയുണ്ട്. അവ 2-വേ ആണ്, അതായത് 2 സൈഡിലേക്കും വണ്ടികൾക്ക് പോകാം. സ്പീഡ് ലിമിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 40 km/h ആണ്. അപ്പോൾ 2 ദിശയിലേക്കും വണ്ടികൾ പോകുന്നത് കൊണ്ട് തന്നെ എതിരെ വരുന്ന വണ്ടികളെ ശ്രദ്ധിക്കണം, പരസ്പരം സഹകരിച്ചോടിക്കണം. പ്രത്യേകിച്ച് വീതി കുറഞ്ഞ ഭാഗങ്ങളിലും പിന്നെ ഹൈവേയിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലും ആ മേർജിംഗ് പോയിന്റ്സിൽ കൂടുതൽ ശ്രദ്ധ വേണം. ശരി, യു-ടേണിന്റെ കാര്യമോ? യു-ടേണിന്റെ കാര്യം അത് വളരെ സ്ട്രിക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. 6-വരി പാതയുടെ പ്രധാന ഭാഗത്ത് മെയിൻ കാരിയേജ് വേയിൽ യു-ടേൺ എടുക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ഇത് അങ്ങേയറ്റം അപകടകരമാണ്. ഒന്നാലോചിച്ച് നോക്കൂ, 100 കിലോമീറ്റർ സ്പീഡിലൊരു വണ്ടി വരുന്നു. അപ്പോഴാണ് മീഡിയൻ ഗ്യാപ്പിലൂടെ വേറൊരു വണ്ടി പെട്ടെന്ന് യു-ടേൺ എടുക്കുന്നത്. ആ വരുന്ന വണ്ടിക്ക് ഇത് കണ്ട് റിയാക്ട് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അത് വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കും. അടുത്തിടെ വടകരയിൽ ഇതുപോലൊരു അപകടമുണ്ടായത് നമ്മൾ ഓർക്കണം. യു-ടേൺ എടുക്കണമെങ്കിൽ സർവീസ് റോഡുകൾ ഉപയോഗിച്ച് സേഫായിട്ട് അതിനുള്ള മറ്റു വഴികൾ കണ്ടുപിടിക്കണം. ഒരു കാരണവശാലും എളുപ്പത്തിനു വേണ്ടി മെയിൻ റോഡിൽ യു-ടേൺ എടുക്കരുത്. ആ മുന്നറിയിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും ഓർമ്മയിൽ വെക്കണം. സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. ഇനി അപ്രതീക്ഷിതമായി വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും എമർജൻസി വന്നാൽ എന്തു ചെയ്യണം? പ്രധാന പാതയിൽ വണ്ടി നിർത്താൻ പാടില്ലെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അനാവശ്യമായിട്ട് മെയിൻ റോഡിൽ വാഹനം നിർത്തരുത്. ഇനി വാഹനം ബ്രേക്ക് ഡൗൺ ആയാൽ ഏറ്റവും സേഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ വണ്ടി സർവീസ് റോഡിലേക്ക് മാറ്റി നിർത്തുക എന്നതാണ്. എല്ലായ്പ്പോഴും അത് പറ്റിയെന്ന് വരില്ലല്ലോ. ഇല്ല, ചിലപ്പോൾ അത് സാധിച്ചെന്ന് വരില്ല. മെയിൻ റോഡിൽ തന്നെ നിർത്തേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാം. ചിലപ്പോൾ മുന്നിലൊരു ആക്സിഡന്റ്, അല്ലെങ്കിൽ വലിയ വെള്ളക്കെട്ട്, അല്ലെങ്കിൽ വണ്ടിക്ക് തീരെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയുള്ള നിർബന്ധിത സാഹചര്യങ്ങളിൽ ആദ്യം ചെയ്യേണ്ടത് വണ്ടിയുടെ ഹസാർഡ് ലൈറ്റുകൾ ഓൺ ചെയ്യുക എന്നതാണ്. ആ 4 ഇൻഡിക്കേറ്ററും ഒരുമിച്ച് മിന്നുന്നത്. അത് പിന്നാലെ വരുന്ന വണ്ടികൾക്കൊരു വാർണിംഗ് ആയിരിക്കും. ശരി, ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്തു. ഇനി സഹായം വേണമെങ്കിൽ എന്തു ചെയ്യും? നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് എങ്ങനെ കൃത്യമായിട്ട് പറയും? അതിനൊരു സംവിധാനമുണ്ട്. റോഡിന്റെ നടുക്കുള്ള ഡിവൈഡറുകളിൽ ശ്രദ്ധിച്ചാൽ കാണാം, ഓരോ 100 മീറ്ററിലും വെള്ള ബോർഡിലെ കറുത്ത അക്കങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇതാണ് ചെയിനേജ് മാർക്കറുകൾ. ഉദാഹരണത്തിന്
290+400 എന്നോ മറ്റോ. ഇത് നിങ്ങൾ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെന്തെങ്കിലും എമർജൻസി സഹായം വേണമെങ്കിൽ, ചിലപ്പോൾ വണ്ടി മാറ്റാനോ ആംബുലൻസ് വേണമെങ്കിലോ NHIAയുടെ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, 1033. 1033. അതെ, 1033. ഈ നമ്പറിൽ വിളിച്ച് ഈ ചെയിനേജ് നമ്പർ പറഞ്ഞാൽ മതി. അവർക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് പെട്രോളിംഗ് വാഹനത്തെയോ മറ്റ് സഹായങ്ങളെയോ അയക്കാൻ പറ്റും. അതുപോലെ ഹൈവേയിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന എൻട്രി എക്സിറ്റ് ഭാഗങ്ങളിലെ ഡിവൈഡറുകളിൽ മഞ്ഞ വരകൾ കാണാം, യെല്ലോ മാർക്കിങ്സ്. ഇത് കൂടുതൽ ശ്രദ്ധ വേണ്ട സ്ഥലങ്ങളാണെന്ന് കാണിക്കാനാണ്. ഓക്കെ, 1033 എന്ന നമ്പറും ഈ ചെയിനേജ് മാർക്കറുകളും ഓർത്തുവെക്കുന്നത് എന്തായാലും ഉപകാരപ്പെടും. ഇനി അവസാനമായിട്ട് ഈ പുതിയ ഹൈവേയിലേക്ക് സേഫായിട്ട് കയറാനും ഇറങ്ങാനും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതും അപകടം പറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യമാണല്ലോ. അതെ, വളരെ ശ്രദ്ധിച്ച് ചെല്ലേണ്ട കാര്യങ്ങളാണിവ രണ്ടും. നമുക്ക് ആദ്യം ഹൈവേയിൽ നിന്ന് പുറത്തു കടക്കുന്നത്, എക്സിറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ എവിടെയാണ് ഇറങ്ങേണ്ടത് എന്ന് മുൻകൂട്ടി ഒരു പ്ലാൻ വേണം. നിങ്ങളുടെ എക്സിറ്റ് പോയിന്റ് അടുക്കാറാകുമ്പോൾ നേരത്തെ തന്നെ ഏറ്റവും ഇടതുവശത്തുള്ള ലൈനിലേക്ക്, അതായത് ലൈൻ 3ലേക്ക് മാറുക. എന്നിട്ട് ഇടത് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കറക്റ്റ് സമയത്ത് കൊടുക്കുക. ഹൈവേയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കടക്കാൻ പ്രത്യേകം എക്സിറ്റ് റാമ്പുകളും സ്പീഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന ബഫർ സോണുകളും ഉണ്ടാകും. ഈ ഭാഗം ഉപയോഗിച്ച് സർവീസ് റോഡിൽ വേറെ വണ്ടികൾ വരുന്നില്ലെന്ന് ഉറപ്പാക്കി ശ്രദ്ധയോടെ സ്പീഡ് കുറച്ച് സർവീസ് റോഡിലേക്ക് കയറുക. ഒരു കാരണവശാലും ഹൈവേയിൽ നിന്ന് സഡനായിട്ട് വെട്ടിച്ച് സർവീസ് റോഡിലേക്ക് കയറരുത്. അതുപോലെ വലത്തേ അറ്റത്തെ ലൈനിൽ, ലെയിൻ 1ൽ നിന്ന് നേരെ വെട്ടിച്ച് എക്സിറ്റിലേക്ക് കടക്കുന്നതും അതും അങ്ങേയറ്റം അപകടമാണ്. ശരി, ഇനി ഹൈവേയിലേക്ക് പ്രവേശിക്കുമ്പോഴോ? എൻറ്ററിംഗ്. സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് കയറുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു ബേസിക് റൂളുണ്ട്. പ്രയോറിറ്റി, മുൻഗണന എപ്പോഴും ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾക്കാണ്. എൻട്രി പോയിന്റുകളിൽ അതിനായി ഒരു ബഫർ സോൺ ഉണ്ടാകും. അവിടെ വേണമെങ്കിൽ നിർത്തി ഹൈവേയിലെ ഇടത് ലൈനിലൂടെ, ലൈൻ 3യിലൂടെ വാഹനങ്ങൾ വരുന്നില്ലെന്ന് മിററിലൂടെയും നേരിട്ടും നോക്കി ഉറപ്പുവരുത്തുക. സേഫായൊരു ഗ്യാപ്പ് ഉണ്ടെന്ന് കണ്ടാൽ മാത്രം വലത് ഇൻഡിക്കേറ്റർ, റൈറ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ശ്രദ്ധയോടെ ഹൈവേയിലേക്ക് പ്രവേശിക്കുക. ഹൈവേയിലേക്ക് കയറിയ ഉടനെ ഇടത് ലൈനിലൂടെ, ലൈൻ 3യിലൂടെ യാത്ര തുടരുക. പതിയെ വണ്ടിയുടെ സ്പീഡ് ഹൈവേയിലെ മറ്റു വണ്ടികളുടെ സ്പീഡുമായിട്ട് മാച്ച് ചെയ്ത ശേഷം സേഫാണെങ്കിൽ മാത്രം മറ്റ് ലൈനുകളിലേക്ക് മാറുക. ഒരു കാരണവശാലും സർവീസ് റോഡിൽ നിന്ന് വേണ്ടത്ര നോക്കാതെ ഹൈവേയിലേക്ക് എടുത്തുചാടരുത്. ഇത്തരം നിയമലംഘനങ്ങളും ഇപ്പോൾ AI ക്യാമറകൾ കൃത്യമായി നോക്കുന്നുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ NHS 66ലെ പ്രധാനപ്പെട്ട നിയമങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു തന്നു. ഈ വിലപ്പെട്ട വിവരങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന് ഞങ്ങളുടെ അതിഥിക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാം ഓർമ്മയിലുണ്ടാവണം. ചുരുക്കി പറഞ്ഞാൽ, 1. ലൈൻ നിയമങ്ങൾ. ഇടത് ലൈൻ, ലൈൻ 3, സ്ഥിരം യാത്രയ്ക്കും ഹെവി വെഹിക്കിൾസിനും. നടുവിലെ ലൈൻ, ലൈൻ 2, ഓവർടേക്കിങ്ങിന്. വലത് ലൈൻ, ലൈൻ 1, എമർജൻസിക്കും മറ്റ് ലൈനുകൾ ബ്ലോക്ക് ആണെങ്കിൽ മാത്രം ഓവർടേക്കിങ്ങിനും. 2. ഇൻഡിക്കേറ്റർ. ലൈൻ മാറും മുൻപ് നിർബന്ധമായും ഉപയോഗിക്കുക. 3. സ്പീഡ് ലിമിറ്റ്. കാറുകൾക്ക് 100 km/h, ഹെവി വെഹിക്കിൾസിന് കുറവ്. സർവീസ് റോഡിൽ 40 km/h. 4. ബൈക്കുകളും ഓട്ടോകളും പ്രധാന റോഡിൽ പാടില്ല, സർവീസ് റോഡ് ഉപയോഗിക്കണം. 5. യു-ടേൺ. മെയിൻ ഹൈവേയിൽ ഒരു കാരണവശാലും പാടില്ല. 6. AI ക്യാമറകൾ നമ്മുടെ നിയമലംഘനങ്ങൾ എല്ലാം നോക്കുന്നുണ്ട്. 7. ഹൈവേയിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അതീവ ശ്രദ്ധ വേണം, ഇൻഡിക്കേറ്റർ ഉപയോഗിക്കണം, മുൻഗണന കൊടുക്കണം. 8. എമർജൻസി വന്നാൽ ഹാസാർഡ് ലൈറ്റ് ഓൺ ചെയ്യുക. 1033 എന്ന നമ്പറും ചെയിനേജ് നമ്പറും ഓർക്കുക. ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്കേവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നീരു സംരംഭത്തിന്റെ ഈ ചർച്ച നിങ്ങൾ തുടർന്നും കേൾക്കണം. നിങ്ങളുടെ കൂട്ടുകാരുമായും വീട്ടുകാരുമായും ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. ഞങ്ങളുടെ പുതിയ ചർച്ചകളും വിശകലനങ്ങളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നീരു യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, സ്പോട്ടിഫൈ എന്നിവയിൽ ഫോളോ ചെയ്യാൻ ഓർക്കുമല്ലോ. എല്ലാവരും റോഡുകളിൽ വളരെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. ഓർക്കുക, നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ അതു മതിയാവും നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതം ഒരു പക്ഷേ എന്നേക്കുമായി മാറ്റിമറിക്കാൻ. ഈ പുതിയ റോഡുകൾ നമ്മുടെ യാത്രകൾ എളുപ്പമാക്കട്ടെ,
പക്ഷേ അതിനൊപ്പം നമ്മുടെ ഡ്രൈവിംഗ് സംസ്കാരവും മെച്ചപ്പെടേണ്ടതുണ്ട്. ഒരുപക്ഷേ നിയമങ്ങളെക്കാൾ പ്രധാനം നമ്മുടെ ഓരോരുത്തരുടെയും ആ ഒരു മനോഭാവത്തിലെ മാറ്റമല്ലേ റോഡുകൾക്ക് യഥാർത്ഥ സുരക്ഷ നൽകുന്നത്? അതൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്. നിങ്ങളുടെയെല്ലാം യാത്രകൾ സുരക്ഷിതവും ആനന്ദകരവുമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതൊരു AI വോയിസ് അവതരിപ്പിക്കുന്ന വിശകലനമായതുകൊണ്ട് വിവരങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പിശകുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇവിടെ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും അതുപോലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളിൽ നിന്നും ഒരിക്കൽ കൂടി ഉറപ്പുവരുത്താൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നന്ദി.